ഹായ്, എല്ലാവർക്കും മാൻ യുണൈറ്റഡ് സ്റ്റുഡിയോയുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്റർനാഷണൽ ബ്രേക്ക് ആണ്. അപ്പോൾ ബ്രേക്കിന്റെ സമയത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ 11 മത്സരങ്ങൾ കഴിഞ്ഞു. ഏകദേശം നമ്മളൊരു 18 ഗോളോളം സ്കോർ ചെയ്തിട്ടുണ്ട്. 17 ഗോളോളം നമുക്ക് കൺസീഡ് ചെയ്തിട്ടുണ്ട്. 18 19 ഗോളോളം സ്കോർ ചെയ്തിട്ടുണ്ട്. 18 ഒരൊറ്റ ഗോളിന്റെ ഡിഫറൻസിലാണ് നമ്മളിപ്പോൾ 7ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള കുറച്ച് പെർഫോമൻസുകളുണ്ട് നമ്മുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം. കുറച്ച് പ്ലേയേഴ്സ് നമ്മൾ ഈ റീസെന്റ് ആയിട്ടുള്ള 11 ഈ പ്രീമിയർ ലീഗിലെ 11 മത്സരങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ 11 മത്സരങ്ങളിൽ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സും കുറച്ച് പെർഫോമൻസുകളും ഉണ്ട്. അതിൽ ഒന്നാമത്തെ ആള് ബ്രയാൻ എംബുമോ. നമുക്കറിയാം, സമ്മർ ട്രാൻസ്ഫർ വിൻഡോയില് നമ്മൾ ഏറെക്കുറെ ഒരു മാസമാണ് നമ്മൾ ഈ പ്ലെയറിന്റെ പിന്നാലെ ഒരു സൈനിങ്ങിന് വേണ്ടിയിട്ട് നടന്നത്. പക്ഷെ അതിന്റെ ഗുണം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായി. കാരണം നമ്മൾ ലാസ്റ്റ് സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബിഗ് ചാൻസസ് ഒരുപാട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് കൺവേർട്ട് ചെയ്ത് ഗോളാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ നമ്മൾ 15ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് എങ്കിൽ പോലും നമ്മൾ ചാൻസസ് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് കൺവേർട്ട് ചെയ്ത് ഗോളുകളാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനൊരു സൊല്യൂഷൻ എന്നോണാണ് നമ്മൾ ബ്രയാൻ എംബൂമയെ സൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ലാസ്റ്റ് സീസണിൽ ബ്രെൻഫോർഡിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ 120 ഗോളും 8 അസിസ്റ്റും നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രകടനം കണ്ടിട്ട് തന്നെയാണ് ബ്രയാൻ എംബൂമയ്ക്ക് വേണ്ടി നമ്മൾ ഏറെക്കുറെ ഒരു മാസം പിന്നാലെ നടന്നിട്ട് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രയാൻ എംബൂമോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തി 11 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 5 ഗോളുകൾ 1 അസിസ്റ്റ്. നമ്മൾ പുള്ളിക്കാരൻ്റെ പ്രതീക്ഷിച്ച ഏറെക്കുറെ റിസൾട്ട് ഇതൊക്കെ തന്നെയാണ്. കാരണം ഗോൾ സ്കോറിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ആ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമുക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഉള്ളതിൽ വളരെയധികം പരിമിതികൾ ഉണ്ടായിരുന്നു. ലിമിറ്റേഷൻസ് വളരെയധികം കൂടുതലായിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എംബൂമയുടെ ഈ വന്നിട്ടുള്ള പ്രകടനം വളരെ എനർജറ്റിക് ആയിട്ട് വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ആയി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അറ്റാക്കിങ്ങിൽ ഫീൽ ചെയ്യിക്കുന്നുണ്ട്. നമ്മളൊപ്പം ബ്രൈറ്റന്റെ മാനേജേഴ്സ്, അതുപോലെ തന്നെ തോമസ് ഫ്രാങ്ക്, ഇപ്പൊ ലാസ്റ്റ് ടോട്ടൻഹാമിനെതിരെ നമ്മൾ കളിച്ചപ്പോൾ നമ്മുടെ എതിരെ ഉണ്ടായത് മാനേജർ, ഇവർ രണ്ടുപേരും ഇതിനു മുമ്പും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒപ്പം പല ടീമുകൾക്ക് ഒപ്പം മാനേജറായിട്ട് കളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവര് ഇപ്പൊ പറയുന്ന ഒരു കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ അറ്റാക്കിങ്ങിൽ വന്നിട്ടുള്ള വ്യത്യാസം. നമ്മുടെ അറ്റാക്കിങ് പണ്ടത്തെ പോലെ, അല്ലെങ്കിൽ മുമ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒപ്പം കളിക്കുന്ന രീതിയിലുള്ള ഒരു അറ്റാക്കിങ്ങേ അല്ല ഇപ്പോ. ഫാർ ബെറ്റർ, ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് എന്നാണ് ഈ രണ്ട് മാനേജേഴ്സും മാച്ചിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാന ഘടകം ബ്രയാൻ എംബൂമയാണ്. പുള്ളിക്കാരൻ എടുക്കുന്ന വർക്ക് റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനാണ് നമുക്ക് ഫസ്റ്റ് ഈ സീസണിൽ ഇത്രയും നാളത്തെ പെർഫോമൻസിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത് ബ്രയാൻ എംബൂമോ മാത്രമാണ്. നെക്സ്റ്റ്, സെക്കൻഡ്. ഈ രണ്ടാമത്തെ ഓപ്ഷൻ ചിലപ്പോൾ പലർക്കും പല പ്ലേയേഴ്സിലായിരിക്കും. പക്ഷെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ സെന്റർ ബാക്ക് ആയിട്ടുള്ള ഡിലിറ്റ്, ബയൺ മ്യൂണിക്കിൽ നിന്ന് വന്ന ഡിലിറ്റ്. ഈ ബയൺ മ്യൂണിക്കിന്റെ കാര്യം ഞാൻ ഇപ്പോൾ പറയാനുള്ളത്, ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ബയൺ മ്യൂണിക്കിന്റെ പല ഫാൻ പേജിലും ഇപ്പോഴും മത്തേസ് ഡിലിറ്റ് പോയതിന്റെ പ്രശ്നം, അല്ലെങ്കിൽ വീണ്ടും അദ്ദേഹത്തെ റീസൈൻ ചെയ്യണം എന്ന തരത്തിലുള്ള ക്യാമ്പയിൻസ് വരെ നടക്കുന്നുണ്ട്. പുള്ളിക്കാരനെ മിസ് ചെയ്യുന്നുള്ള ഒരു പോസ്റ്റുകൾ ഡേ ബൈ ഡേ അല്ലെങ്കിൽ 2 days കൂടുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് പല പേജുകളിലും. കാരണം ബയൺ മ്യൂണിക്കിന് ആ പ്ലെയർ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിരുന്നു ആ ഫാൻസിന് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ പുള്ളിക്കാരൻ എടുക്കുന്ന വർക്ക് റേറ്റ്, പുള്ളിക്കാരൻ്റെ ഡിസേർവിങ് ആയിട്ട് ചലഞ്ചസ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ആ ഫാൻസ് കണ്ടിട്ടുള്ളതാണ്. അവർക്കത് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ വാല്യൂ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇന്നപ്പോഴും പല പ്ലേയേഴ്സും ബയൺ മ്യൂണിക്കിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പോലും അവർക്കൊന്നും ഇത്രയും, അല്ലെങ്കിൽ ഒരു തിരിച്ചു വരണം, അല്ലെങ്കിൽ കൊടുത്തതാണ് ഏറ്റവും വലിയൊരു ഫോൾട്ട് എന്നൊന്നും കേട്ടിട്ടുണ്ടായില്ല. പക്ഷെ ഡിലീറ്റിനെ സംബന്ധിച്ചിടത്തോളം ബയൺ മ്യൂണിക് ഫാൻസ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് പുള്ളിക്കാരൻ്റെ ഒരു തിരിച്ചുവരവാണ്. അത്രയും പ്രൂവൺ ആയിട്ടുള്ള ഒരു സെന്റർ ബാക്കാണ്. നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സിറ്റുവേഷൻ ഇതുപോലെ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിൻ്റെ തരത്തിലുള്ള ഒരു ഹൈപ്പ് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഡിലീറ്റിന്റെ പെർഫോമൻസിന് അദ്ദേഹത്തിന് വേണ്ടത്ര ഹൈപ്പ് കിട്ടുന്നില്ല. കാരണം യുണൈറ്റഡിന്റെ പല റിസൾട്ടുകളും അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ ഡൗൺ ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ പല കുറിയുണ്ടായിട്ടുണ്ട്. എക്സ്പെഷ്യലി ലാസ്റ്റ് ഇയർ നമ്മുടെ ഗോൾ കീപ്പിംഗ് ഒരു ഇഷ്യൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ ഈ സീസണിൽ ഇതുവരെയുള്ള 11 മത്സരങ്ങളുടെ ഈ ഒരു പെർഫോമൻസിൽ മത്തേസ് ഡിലൈറ്റ് ആണ് എൻ്റെ ഒരു ഓപ്ഷനിൽ നമ്മുടെ ടീമിൽ കളിക്കുന്ന ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന രണ്ടാമത്തെ പ്ലെയർ. ഫസ്റ്റ് ബ്രയാൻ അംബോമയാണ്, രണ്ടാമത് മത്തേസ് ഡിലൈറ്റ് ആണ്. പുള്ളിക്കാരൻ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരൻ ഡിഫൻസിലും അത് അവെയർ ആവുന്നുണ്ട്. ഫ്രണ്ടിലേക്ക്, അതായത് പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇല്ലാത്ത സമയത്ത് അദ്ദേഹം ഫ്രണ്ടിലേക്ക് കയറി വന്നിട്ട് പല ടൈമിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സിസ്റ്റത്തിനനുസരിച്ച് വർക്ക് റേറ്റ് എടുക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. മൂന്നാമത്തെ, നെക്സ്റ്റ് തേർഡ്, എൻ്റെ അഭിപ്രായത്തിൽ അത് കാസിമീറോ ആണ്. ദ റയൽ മാഡ്രിഡ് ടാങ്ക് എന്ന് പറയുന്ന കാസിമീറോ ആണ് എൻ്റെ അഭിപ്രായത്തിൽ മൂന്നാമത്. കാരണം നമുക്കൊരു പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ, ഒരു സെൻട്രൽ മിഡ്ഫീൽഡറിന്റെയും ഒരു കോമ്പിനേഷൻ ഇല്ല. അല്ലെങ്കിൽ നമ്മളത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നല്ലൊരു സെൻട്രൽ മിഡ്ഫീൽഡർ വേണം, ഡിഫൻസീവ് അവയർനെസ് ആയിട്ടുള്ളൊരു മിഡ്ഫീൽഡർ വേണം എന്ന്. ആ സാഹചര്യത്തിലാണ് കാസിമീറോ ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന റോളിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ലാസ്റ്റത്തെ 2 ഗെയിംസ് മാത്രം എടുത്ത് നോക്കിയാൽ മതി. കാരണം പുള്ളിക്കാരൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൊസിഷൻ പിന്നെ ശൂന്യതയാണ്, പിന്നെ ദുഗാട്ടയാണ്, ഉള്ളതും ഇല്ലാത്തത് കണക്കാണ് എന്നുള്ളൊരു അവസ്ഥയാണ്. അതുവരെ കസിമീറോ ചെയ്തു വെച്ചാൽ, അല്ലെങ്കിൽ ആ പൊസിഷനിൽ കസിമീറോ ഉണ്ടാക്കി വെച്ചിരുന്നൊരു ഇമ്പാക്റ്റും ബിൽഡപ്പും മൊത്തം തകർന്നു പോകുന്ന നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുമ്പോഴാണ്. 620 മിനിറ്റ് മാത്രമാണ് കസിമീറോ ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. 10 മത്സരങ്ങളിൽ 620 മിനിറ്റ് മാത്രം. അതിൽ തന്നെ അദ്ദേഹം 3 ഗോളും 1 അസിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിയാണ്, അദ്ദേഹത്തിന് പ്രായമാണ്, 34 വയസ്സിന്റെ അടുത്തേക്കായി. ഒരു റയൽ മാഡ്രിഡിൽ കളിച്ച ഒരു പവർ ഒന്നും ഇപ്പോഴും കസിമീറോയ്ക്ക് ഇല്ല. എങ്കിലും ഇപ്പോൾ ടീമിനെ നിലനിർത്തി കൊണ്ടുപോകുന്നില്ല, അല്ലെങ്കിൽ ടീമിന്റെ ടെമ്പോ നിലനിർത്തി കൊണ്ടുപോകുന്നില്ല, ഫൈറ്റിംഗ് സ്പിരിറ്റ് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പ്ലെയർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കസിമീറോ ആണെന്ന് പറയും. ഇനി നാലാം സ്ഥാനത്ത് ഞാൻ പരിഗണിക്കുന്നത് ലാമിൻസിനാണ്. ഞാൻ ലാമിൻസിനെ കുറിച്ച് പല വീഡിയോസിലും, നമ്മുടെ റിവ്യൂ വീഡിയോസിൽ പലതിലും പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസിലെ ഒരു കോൺഫിഡൻസ് കൊണ്ടുവന്നത് സണ്ടർലാൻഡിന്റെ മത്സരം തൊട്ടാണ്. കാരണം അതുവരെ നമ്മുടെ ഡിഫൻസ്, അല്ലെങ്കിൽ നമ്മുടെ ബോക്സിലേക്ക് പന്ത് വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണ്, നമുക്കൊരു ടെൻഷൻ കൂടുതലാണ് കണ്ടിരിക്കുന്ന നമുക്കും. അപ്പോൾ പിന്നെ പ്ലേയേഴ്സിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, ഒരു ടെൻഷനാണ്, എപ്പോൾ വേണമെങ്കിലും ഗോൾ വീഴാം, കൺസീഡ് ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയാണ്. അവിടെ നിന്നും ടീമിനെ ഒരു കോൺഫിഡൻറ്റ് ലെവലിലേക്ക് എത്തിക്കാൻ ലാമിൻസിനും കഴിഞ്ഞിട്ടുണ്ട്. ചെറുപ്പമാണ്, പ്രീമിയർ ലീഗ് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മിസ്റ്റേക്കുകൾ ഇനി മേ ബി സംഭവിക്കാം, എങ്കിൽ പോലും ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ പുള്ളിക്കാരൻ ആകെ 5 മത്സരം മാത്രമേ കളിച്ചിട്ടുള്ളൂ, 7 ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്, 14 സേവുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ 4ാം സ്ഥാനത്തിന് എന്തുകൊണ്ടും അർഹൻ ലാമിൻസ് ആണ്. കാരണം ലാമിൻസ് വന്നതിന് ശേഷമാണ് ടീമിനെ, അല്ലെങ്കിൽ നമ്മൾ 15, 16, 14 സ്ഥാനത്ത് കിടന്നിരുന്ന ഒരു ടീം ഇപ്പോൾ ഈ ലെവലിലേക്ക് ഒരു ജമ്പിങ് നടത്തിയുള്ള പ്രധാന ഘടകം നമുക്ക് നല്ലൊരു സോളിഡ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറെ കിട്ടി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ ലാസ്റ്റ് 11 മത്സരങ്ങളിൽ ബ്രില്യൻ്റ് ആയിട്ട് കളിച്ച ആദ്യത്തെ 4 സ്ഥാനങ്ങൾ 4ാമത്തെ പ്ലെയർ ലാമിൻസ് തന്നെയാണ്. ഇനിയും കുറച്ച് പ്ലേയേഴ്സിനും കൂടി ഉണ്ട്, പക്ഷേ അത് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ എന്തായാലും പറയുന്നില്ല, കാരണം അത്രയും ലെങ്ത് ആയി പോകുന്നുണ്ട് വീഡിയോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ ബാക്കി പ്ലേയേഴ്സിനെ കുറിച്ച് പറയുന്നില്ല. ഇനിയുള്ള പ്ലേയേഴ്സ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ലെവലല്ല, പക്ഷെ മേ ബി 1, 2, 3 ഗെയിംസിൽ വളരെ മികച്ച രീതിയിൽ കളിക്കുകയും നമുക്ക് അതേ ഔട്ട്പുട്ട് തന്നെ ഇനിയും കിട്ടാൻ ചാൻസ് ഉള്ള ടൈപ്പുള്ള പ്ലേയേഴ്സ് ആണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ 4 പ്ലേയേഴ്സ് ഇതേ ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ, പ്രീവിയസ് ഗെയിംസിലെ പ്രകടനങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ബ്രില്യൻറ്റ് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള 4 പ്ലേയേഴ്സാണ്. അപ്പോൾ ആ പ്ലേയേഴ്സിനെ കുറിച്ചുള്ള വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.